എന്റെ ബലമായ സംശയം. നിക്ക് നീ സംശയിച്ചാ മതി, ബലം പിടിക്കണ്ട. അവൾ ഇന്നും കാറ് കൊണ്ടുപോകാതിരുന്നതിന്റെ ഉദ്ദേശം? ചേടാ, അത് എന്നോടാണോ ചോദിക്കുന്നത്? അവളോട് ചോദിക്കണം. അത് അവളിങ്ങോട്ട് വന്നിട്ട് വേണ്ടോ ചോദിക്കാൻ? എങ്കിൽ അവിടെ അടങ്ങി നിൽക്ക. നേരം വൈകി പെണ്ണിനെ കാണാത്തോണ്ട് ഞാനിവിടെ ശ്വാസം മുട്ടി നിൽക്കുമ്പോ അവിടെ ഒരു ചോദ്യോത്തര പങ്ക്തി കൊണ്ടുവന്നിരിക്കുന്നു. മിണ്ടല്ലേ മിണ്ടല്ലേ. എന്ത് പറ്റി? ഒരു മോട്ടോർ സൈക്കിളിന്റെ ശബ്ദം. ഞാൻ മുണ്ടി ആ മോട്ടോർ സൈക്കിൾ അങ്ങ് തിരിച്ചു പോകും. രാജേന്ദ്രനായിരുന്നോ? ഇവിടെ എവിടെ നിന്ന് കിട്ടി? എടീ, നീ എവിടെയായിരുന്നേ? ചോദ്യം ഒരാളോട് ചോദിച്ചിരിക്കല്ലേ ഭാഗീരഥി, പറയട്ടെ. ഇന്ന് കോളേജില് ചില പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു, ലേറ്റായി. എങ്കിൽ പിന്നെ ഉഷയെ കൊണ്ട് വിട്ടിട്ട് പോകാന്ന് കരുതി. സന്തോഷം, നന്ദി പറയൂ ഉഷ. അതെന്തിനാ? രാജേന്ദ്രൻ അന്യനാണോ? നമ്മുടെ കൊച്ചനല്ലയോ? നന്ദി പറയുന്നുണ്ടോ? താങ്ക്സ്. നോ മെൻഷൻ. എന്നാ ഇനി അകത്തോട്ട് കയറി ഇരുന്നാ കാപ്പി അയ്യോ വേണ്ട, എനിക്ക് വീട്ടിൽ പോണം. എന്നാ അങ്ങനെ ആവട്ടെ. എന്തായിരുന്നു മോളെ കോളേജ് പരിപാടി? അത് മോണോ ആക്ട് ആയിരുന്നോ അതോ മിമിക്രി ആയിരുന്നോ? ഇങ്ങനത്തെ ചോദ്യങ്ങളൊന്നും പെൺപിള്ളേരോട് ചോദിക്കരുത് കേട്ടോ. ഈ പ്രായത്തിൽ പെൺകൊച്ചുകളെ അടക്കി ഒതുക്കി വളർത്തണം. തിരുമേനിയെ കാണുന്നില്ലല്ലോ. കാർ നേരത്തെ അയച്ചതാ, ഉടനെ വരാതിരിക്കുകയില്ല. ഏതായാലും ഈ തീരുമാനം ഗംഭീരമായി. വർക്ക്ഷോപ്പിന്റെ ഉദ്ഘാടനത്തിന് തിരുമേനിയാണ് നിശ്ചയിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞപ്പോഴാണ് മിസ്റ്റർ മേനോന്റെ വലിപ്പം ഞാൻ മനസ്സിലാക്കി. നമ്മൾ പണത്തേക്കാൾ വില കൽപ്പിക്കുന്ന പലതുമില്ലേ ഭൂമിയിൽ? കറക്റ്റ് കറക്റ്റ്. അച്ഛാ, കാർ വരുന്നുണ്ട്. വരണം വരണം. നമസ്കാരം. നമസ്കാരം തിരുമേനി. നമസ്കാരം തിരുമേനി. നമസ്കാരം. ഇങ്ങോട്ടിരുന്നാട്ടെ. ഇന്ദുമോളെ കൂടെ കൂട്ടത്തിൽ കൊണ്ടുപോകുന്നു. അസൗകര്യം ആവില്ലല്ലോ? അസൗകര്യമോ? അനുഗ്രഹം എന്ന് പറയൂ തിരുമേനി. അപ്പോ ഉദ്ഘാടനത്തിന്റെ ചടങ്ങ് എന്തൊക്കെയാണാവോ? അങ്ങനെ വിശേഷിച്ച് ചടങ്ങൊന്നുമില്ല. തിരുമേനി വിളക്കിലെ തിരി ഒന്ന് കൊളുത്തണം, അത്ര തന്നെ. എങ്കിൽ അവിടെ ഒരു ചെറിയ ഭേദഗതി. എന്റെ സമയം നന്നല്ല, കണ്ടകശനിയാണ്. അതുകൊണ്ട് എന്റെ മോൾ ഇന്ദു വിളക്കിലെ തിരി കൊളുത്തട്ടെ. സമ്മതമാണോ? ആയിക്കോട്ടെ തിരുമേനി, വളരെ സന്തോഷം. ഇന്ദു ആയിക്കോളൂ. വരാ. മസിൽ കയറി. അയ്യോ, വേദന കുറഞ്ഞു? സാറ് തൊട്ടപ്പോഴേ കുറഞ്ഞു. അവിടെ അവളുമാരിപ്പോ ഭയങ്കര വിമർശനമായിരിക്കും. എല്ലാവർക്കും വലിയ അസൂയ. ആരെന്ത് പറഞ്ഞാലും എന്റെ രാധയെ ഞാൻ ഏഷ്യാഡിന് കൊണ്ടുപോകും. സ്വർണ്ണ മെഡൽ വാങ്ങിച്ച് തരികയും ചെയ്യും. എല്ലാം കഴിഞ്ഞ് സന്തോഷത്തോടെ സംതൃപ്തിയോടെ മരിക്കും. അയ്യോ, അത് വേണ്ട. എങ്കിൽ പിന്നെ കല്യാണം കഴിച്ചുകളെ അല്ലേ? അത് മതി. കല്യാണക്കാര്യം പറഞ്ഞപ്പോ നാണം ഓടിക്കേറി വന്ന കണ്ടോ? വിയർത്തല്ലോ. മിസ്റ്റർ മേനെ, നാട്ടകത്ത് നമ്മൾ തോമസിന്റെ എസ്റ്റേറ്റ് വിൽക്കാൻ പോകുന്നു കേട്ടു. ഒന്ന് പോയി നോക്കിക്കൂടെ? ഞാനും അറിഞ്ഞു. വില എങ്ങനെയാണാവോ? ആദ്യം പോയി തോട്ടം ഒന്ന് കാണുക. ഇഷ്ടപ്പെടുന്നെങ്കിൽ നമുക്ക് വിലയുടെ കാര്യം തിരക്കാം. ശരി, നാളെ തന്നെ നോക്കിക്കളയാം. എന്താ
സാരമില്ല, ഒരു കല്ല് തട്ടി. കാപ്പി. ഓടി അവിടുന്ന് കൊണ്ടുപോകാൻ. എന്താ ഇത്? എന്താണെന്ന് അറിയണോടി? മകളെ വളർത്തി വിട്ടിരിക്കുന്നു. ഛേ, രാധേ, ഓടി ഇവിടെ. എന്താ ഇത്? ഇനി മേലാൽ ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി പോരുത്. ഓടിയകത്ത് പോകാൻ. എന്താ ഉണ്ടായത്? എന്താ ഉണ്ടായെന്നോ? അവൾ പഠിക്കാൻ പോയിരിക്കുന്നു റബ്ബർ തോട്ടത്തിൽ. ആങ്ങളമാർ രണ്ടുപേരും അപ്പുറത്ത് നിപ്പുണ്ടായിരുന്നു. കൊച്ചുപെങ്ങളെ കണ്ടവന്റെ പുറകെ പോകാൻ കാരൂര് വിട്ടേച്ച് മീശം വെച്ച് നടക്കുന്നു നാറികൾ. അച്ഛൻ എന്തായി പറയുന്നത്? പെങ്ങള് രാവിലെ ഓടാനെന്ന് പറഞ്ഞ് പോകുന്നുണ്ടല്ലോ. എവിടെയാ പോകുന്നത് നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ? ഉണ്ടോ? അവള് പോകുന്നതേ റബ്ബർ തോട്ടത്തിലേക്കാ, അവളെ സാറിന്റെ കൂടെ. അവനവളെ ഓട്ടം പഠിപ്പിക്കുകയല്ല, വേറെ എന്താ പഠിപ്പിക്കുന്നത്? ആണുങ്ങളാണ് നടക്കുന്നു. വാ. ആ? നീ വന്നേ. നീ ഞങ്ങളുടെ പെങ്ങളെ ഏഷ്യാഡിന് കൊണ്ടുവന്നുണ്ടോ? അയ്യോ, ഈശ്വരനെ വിചാരിച്ച് ദേഹോദ്രം ഏൽപ്പിക്കരുത്. സത്യമൊക്കെ ഞാൻ പറയാം. ഏഷ്യാഡിന് പോണോന്ന് കുട്ടി, ശ്രമിച്ചു നോക്കാമെന്ന് ഞാൻ. അതിനുവേണ്ടി ദിവസവും പ്രാക്ടീസ് കൊടുക്കുമായിരുന്നു. ഇതിനപ്പുറം യാതൊന്നുമില്ല. യാതൊന്നുമില്ലേ? ഇല്ല, സത്യമായിട്ടും ഇല്ല. ഉണ്ടെന്ന് തെളിഞ്ഞാലോ? ഉണ്ടെന്ന് കുട്ടി പറഞ്ഞോ? പറഞ്ഞു, അതുകൊണ്ടല്ലേ ചോദിച്ചത്. കുട്ടിക്ക് എന്നോട് സ്നേഹം തോന്നുന്നു എന്ന് പറഞ്ഞു. ശ്രമിച്ചു നോക്കാമെന്ന് ഞാനും പറഞ്ഞു. വേറെ ഒന്നും ഉണ്ടായില്ലേ? ഉണ്ടായെന്ന് കുട്ടി പറഞ്ഞോ? കുട്ടി കുട്ടി കുട്ടി, അവന്റെ ഒരു കുട്ടി. കാര്യത്തിന്റെ ഗൗരവം കുറയ്ക്കാനാണ് കുട്ടിയാക്കുന്നത്. വേറെ ഒന്നും ഉണ്ടായില്ലടാ. ഇനിയുള്ളത് പറഞ്ഞാൽ നിങ്ങൾ എന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കും. കാര്യം പറയടോ. സാറേ, നമുക്ക് എങ്ങോട്ടെങ്കിലും ഒളിച്ചോടാം, എന്നിട്ട് എവിടെങ്കിലും പോയി കല്യാണം കഴിച്ച് ജീവിക്കാം എന്ന് കുട്ടി. പാടില്ല, പാടില്ല കുട്ടി. അത് കുട്ടിയുടെ സഹോദരന്മാർക്ക് അപമാനമാണ്. അവരും എന്നെപ്പോലെ യുവാക്കളല്ലേ. ഞാനായിട്ട് അവരെ അപമാനിക്കില്ല എന്ന് ഞാൻ. സാർ ഒരു ഭീരുവാണ് എന്ന് കുട്ടി. ഓ, അങ്ങനെ ആയിക്കോട്ടെ എന്ന് ഞാൻ. ഇതിനപ്പുറം വേറെ യാതൊരു രംഗവും ഉണ്ടായിട്ടില്ല കേട്ടോ സാർ. നിനക്ക് ജീവിച്ചിരിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? നിങ്ങൾ അനുവദിക്കുകയാണെങ്കിൽ കുറച്ചു കാലം കൂടി. എങ്കിൽ മേലാ ഞങ്ങളുടെ സഹോദരിയെ കാണരുത്. ഇല്ല. കണ്ടാ നിന്റെ എല്ലാം അടിച്ചോടിക്കും. സൂക്ഷിച്ചോ. എന്താ സാറേ? ഇനി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നിന്ന് സംസാരിച്ചിട്ടൊക്കെ ഓടിയാ മതി. അതെന്തിനാ? ഇനി നിന്നോട് മിണ്ടിയാൽ എന്റെ എല്ല് തല്ലി ഓടിക്കുമെന്നാണ് എന്റെ ഏട്ടന്മാര് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഈ സ്റ്റേറ്റിലെ ഹെവി വെയിറ്റ് ചാമ്പ്യൻ ആണെന്നുള്ള കാര്യം ഇവന്മാർക്ക് അറിയില്ല. മണക്കൂസന്മാർ എന്റെ ഈ കൈ കൊണ്ട് രണ്ടെണ്ണം കൊണ്ടാലുണ്ടല്ലോ. എന്നൊന്നും ചെയ്യില്ല. അയ്യോ, എന്നെ ഉപദ്രവിക്കും. അയ്യോ, ഇനി പ്രേമവും വേണ്ട, കോച്ചിങ്ങും വേണ്ട.